Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CET 204 ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1 എന്ന പേപ്പറിലെ മൊഡ്യൂൾ നമ്പർ 3യിൽ നിന്നുള്ള 5th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ക്വിക്ക് സാൻഡ് കണ്ടീഷൻ ഓർ സാൻഡ് ബോയിലിംഗ് എന്ന് പറയുന്ന ടോപ്പാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്ക് കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോഫാർ നമ്മൾ മൊഡ്യൂൾ 3ൽ പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ്, അതിൻ്റെ അകത്ത് നമ്മൾ ടോട്ടൽ സ്ട്രെസ്, ന്യൂട്രൽ സ്ട്രെസ്, എഫക്റ്റീവ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഡിഫറെൻറ്റ് ഡയഗ്രംസ് വരക്കുന്നതും ന്യൂമറിക്കൽ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനോടൊപ്പം നമ്മൾ കാപ്പിലറി ആക്ഷൻ, ഈ ഒരു എഫക്റ്റീവ് സ്ട്രെസ് ഡയഗ്രത്തിൽ വരുന്ന കാപ്പിലറി ആക്ഷനും ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വിക്ക് സാൻഡ് കണ്ടീഷൻ ആൻഡ് ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വിക്ക് സാൻഡ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പേര് കേൾക്കുമ്പോൾ ക്വിക്ക് സാൻഡ് കണ്ടീഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ക്വിക്ക് സാൻഡ്, ഇപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും ഇതൊരു ടൈപ്പ് ഓഫ് സാൻഡ് ആണോ എന്നുള്ളത്. പക്ഷേ ഇത് ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് സാൻഡ് അല്ല, ഇതൊരു ഹൈഡ്രോളിക് കണ്ടീഷനാണ്. വെള്ളവും സോയിലുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ കണ്ടീഷനെയാണ് നമ്മൾ ക്വിക്ക് സാൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് സാൻഡ് ബട്ട് എ ഹൈഡ്രോളിക് കണ്ടീഷൻ. ഡ്യൂറിങ് അപ്വേർഡ് സീപ്പേജ് എഫക്റ്റീവ് സ്ട്രെസ് റെഡ്യൂസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ സോഫാർ ഡിസ്കസ് ചെയ്തത്, ഇപ്പോൾ നമ്മളൊരു സോയിൽ ലെയർ എടുത്താൽ ഇതിൻ്റെ മുകളിൽ വെള്ളം വരുന്നു. ഈ വെള്ളം നമുക്ക് താഴത്തേക്ക് സീപ്പ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ടോട്ടൽ സ്ട്രെസ് ഡയഗ്രവും ന്യൂട്രൽ സ്ട്രെസ് ഡയഗ്രവും എഫക്റ്റീവ് സ്ട്രെസ് ഡയഗ്രവും ഒക്കെ നമ്മൾ വരച്ചത്. ഇപ്പോൾ യൂഷ്വലി ഒരു സാൻഡ് ലെയർ, ഇപ്പോൾ 2 ലെയർ സാൻഡ് ഉണ്ട്, ഇവിടെയാണ് വാട്ടർ ടേബിളെങ്കിൽ വെള്ളം താഴത്തേക്കായിരിക്കും സീപ്പ് ചെയ്യുന്നത് അല്ലേ. ഇതാണ് നോർമൽ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് ഡയഗ്രാംസ് ഒക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്ത് നമ്മൾ എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിച്ചു. ഈ ഒരു ആക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് ഡ്യൂറിങ് അപ്വേർഡ് സീപ്പേജ്, അതായത് ഒരു സോയിൽ ലെയറിലെ സോയിൽ പാർട്ടിക്കിളിൻ്റെ മുകളിലേക്കാണ് വെള്ളം സീപ്പ് ചെയ്ത് ഇറങ്ങുന്നതെങ്കിൽ, ഇങ്ങനെയാണ് വാട്ടർ സീപ്പ് ചെയ്യുന്നതെങ്കിൽ സംഭവിക്കുന്നത് ഏറ്റവും താഴത്തെ പോയിന്റിൽ എഫക്റ്റീവ് സ്ട്രെസ് ഡിക്രീസ് ചെയ്യും, എഫക്റ്റീവ് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യും. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ നോർമൽ പ്രോസസ്സിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ ഡ്യൂറിങ് അപ്വേർഡ് സീപ്പേജ് എഫക്റ്റീവ് സ്ട്രെസ് റെഡ്യൂസസ്, ഇവൻച്വലി എഫക്റ്റീവ് സ്ട്രെസ് ബിക്കം 0. ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് 0 ആയിട്ട് മാറും. ദിസ് കണ്ടീഷൻ സോ ഡെവലപ്ഡ് ഈസ് കോൾഡ് ക്വിക്ക് സാൻഡ് കണ്ടീഷൻ ഓർ ബോയിലിംഗ് കണ്ടീഷൻ. സോയിൽ ബിഹേവ്സ് ലൈക്ക് എ ലിക്വിഡ് ഹാവിംഗ് നോ ഷിയർ സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഈ ക്വിക്ക് സാൻഡ് സിമെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് പറയേണ്ട പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ, 5 പോയിന്റ് വളരെ ബ്രീഫായിട്ട് പറഞ്ഞാൽ മതി. ഡ്യൂറിങ് അപ്വേർഡ് സീപ്പേജ് effective stress reduces, eventually effective stress will become 0 at one point. This condition so developed such that effective stress becomes 0 is known as quicksand condition or boiling condition. In quicksand condition, soil behaves like a liquid. സോയിൽ ഒരു ലിക്വിഡിൻ്റെ ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നത്. ഈ ലിക്വിഡിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് ഷിയർ സ്ട്രെങ്ത് ഒന്നുമില്ല. ഇപ്പോൾ സോയിൽ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അത് പർട്ടിക്കുലർലി നമുക്കതിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് കുറച്ച് ഫോഴ്സ് എടുക്കേണ്ടി വരും. വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ അതിൻ്റെ അത് ചെറിയൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ വേണമെങ്കിലും ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ ഒരു ഷിയർ സ്ട്രെങ്ത്തും ഇല്ലാത്ത രീതിയിൽ ലിക്വിഡായിട്ട് നമ്മുടെ ഈ സോയിൽ ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ക്വിക്ക് സാൻഡ് കണ്ടീഷൻ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ്. കൺസിഡർ എ സോയിൽ സ്പെസിമെൻ ഓഫ് ലെങ്ത് L സബ്ജക്റ്റഡ് ടു അപ്വേർഡ് സീപ്പേജ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ കൺസിഡർ ചെയ്തേക്കുന്ന ഒരു സോയിൽ പാർട്ടിക്കിളാണ്, അല്ലെങ്കിൽ സോയിൽ ലെയറാണ്. ഓക്കെ, അപ്പോൾ സോയിൽ ലെയർ ഉണ്ട്. ഈ സോയിൽ ലെയറിൽ നമ്മൾ അപ്വേർഡ് സീപ്പേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് കൺസിഡർ ചെയ്യുന്നുണ്ട്. വാട്ടർ ടാങ്കിൻ്റെ താഴെ നമ്മളൊരു പൈപ്പ് ലേ ചെയ്തിട്ട് ഈ സോയിൽ പാർട്ടിക്കിളിൻ്റെ താഴത്തേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ഈ വാട്ടർ ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ ഹൈറ്റ് എവിടെ നിന്ന്? നമ്മുടെ ഈ സോയിൽ സ്പെസിമെൻ്റെ മുകളിൽ ആ വെള്ളത്തിൻ്റെ ഹൈറ്റ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഹെഡ് ഡിഫറൻസ്, സോയിൽ പാർട്ടിക്കിളിൻ്റെ ടോപ്പ് മുതൽ വെള്ളത്തിൻ്റെ ടോപ്പ് വരെയുള്ള ഒരു ഹെഡ് ഡിഫറൻസിനെ നമ്മൾ സ്മോൾ h എന്നും സോയിൽ പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ ലെങ്ത്തിനെ L എന്നും നൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്ത് സംഭവിക്കും? ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇതിലെ വന്ന് അപ്വേർഡ് സീപ്പേജാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും ഇനീഷ്യലി വെള്ളത്തിൻ്റെ ലെവൽ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ എത്തുന്നവരെ വെള്ളം മുകളിലേക്ക് സീപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു സോയിലിൻ്റെ അകത്ത് അപ്വേർഡ് സീപ്പേജ് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ സോയിൽ പാർട്ടിക്കിളിൻ്റെ ബോട്ടം ഈ ഒരു സെക്ഷൻ CC ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി സെക്ഷൻ CCയിലുള്ള വാട്ടറിൻ്റെ ഹെഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു പിസോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്.
നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ പഠിച്ച പോലെ ചുമ്മാ ഒരു പിസോമീറ്റർ. അപ്പോൾ പിസോമീറ്ററിൽ വെള്ളത്തിൻ്റെ ഹെഡ് കാണിക്കുന്നുണ്ട്. ടോട്ടൽ ഹെഡ് ക്യാപിറ്റൽ എച്ച് ആണ്. അത് എവിടം വരെ ഉണ്ടാവും? നമ്മൾ ഈ താഴെ നിന്നല്ല മെഷർ ചെയ്യുന്നത്. മുതൽ ഇവിടുത്തെ വെള്ളം എവിടെയാണോ ഉള്ളത് അതേ ഹൈറ്റിൽ തന്നെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ ടോട്ടൽ ഹെഡ് ഓഫ് വാട്ടർ അറ്റ് സി സി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ ക്യാപിറ്റൽ എച്ച് ആണ്. അപ്പോൾ ക്യാപിറ്റൽ എച്ച് വിൽ ബി ദ സം ഓഫ് സ്മോൾ എച്ച് പ്ലസ് ക്യാപിറ്റൽ എൽ. അപ്പോൾ ഇതാണ് ഈ ഒരു ഫിഗറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. നമുക്ക് ഇനി അതിൻ്റെ ഇക്വേഷനിലേക്ക് പോകാം. അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ പറഞ്ഞ അതേ ഫിഗർ തന്നെയാണ് കാണിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഈ സി സി എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം. ഈ ഒരു സോയിൽ ലെയറിൻ്റെ ഏറ്റവും ബോട്ടത്തിലുള്ള ഈ ഒരു ലെയർ എടുക്കാം. അപ്പോൾ സ്ട്രെസ് അറ്റ് സെക്ഷൻ സി സി. സി സി എന്ന് പറയുന്ന ആ സോയിൽ സെക്ഷനിൽ വരുന്ന ടോട്ടൽ സ്ട്രെസ്സും പോർ വാട്ടർ പ്രഷറും എഫക്റ്റീവ് സ്ട്രെസ്സുമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ടോട്ടൽ സ്ട്രെസ് സിഗ്മ ഇസ് ഈക്വൽ ടു എന്താണ്? ഇത്രയും ഹൈറ്റിലാണ് സോയിലുള്ളത് അല്ലേ? ഇനി ഇവിടെയുള്ള സോയിൽ സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു അതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുമ്പോൾ എൽ. അപ്പോൾ സിഗ്മ ഇസ് ഈക്വൽ ടു ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു എൽ. ഇനി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട് ഗാമ ഡാഷ് അല്ലെങ്കിൽ ഗാമ സബ്മർജ്ഡ് ഇസ് ഈക്വൽ ടു ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ ഡബ്ല്യു. അപ്പോൾ ഈ ഒരു റിലേഷനിൽ നിന്ന് ഗാമ സാച്ചുറേറ്റഡ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഗാമ ഡാഷ് പ്ലസ് ഗാമ ഡബ്ല്യു എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ കൊടുക്കുന്നത് ഗാമ സാച്ചുറേറ്റഡിന് പകരം ഗാമ ഡാഷ് പ്ലസ് ഗാമ ഡബ്ല്യു എന്ന് കൊടുത്തു. അപ്പോൾ സിഗ്മ ഇസ് ഈക്വൽ ടു ഗാമ ഡാഷ് എന്ന് വെച്ചാൽ സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ആണ്. ഗാമ ഡാഷ് പ്ലസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എൽ. അപ്പോൾ ഇതാണ് ടോട്ടൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ. ഇനി അടുത്ത പോർ വാട്ടർ പ്രഷർ അല്ലെങ്കിൽ ന്യൂട്രൽ സ്ട്രെസ് നമ്മൾ യു വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ യു എന്ന് പറയുമ്പോൾ ഗാമ ഡബ്ല്യു ഇൻറ്റു അവിടുത്തെ ഹൈറ്റ് എത്രയാണോ അതായിരിക്കും. അപ്പോൾ ഗാമ ഡബ്ല്യു ഇപ്പോൾ സെക്ഷൻ സി സി ആണല്ലേ? സെക്ഷൻ സി സി എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ പോർ വാട്ടർ പ്രഷർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഗാമ ഡബ്ല്യു ഇൻറ്റു ഇനി സെക്ഷൻ സി സിയിൽ എത്ര ഹെഡ് ഓഫ് വാട്ടർ ഉണ്ട് നമുക്ക് ഈ പിസോമീറ്ററിൽ നിന്ന് കിട്ടും. ക്യാപിറ്റൽ എച്ച് ഹെഡ് ഓഫ് വാട്ടറാണ് സി സി എന്ന് പറയുന്ന പോയിന്റിലുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് എന്ന് എഴുതാം. ഇനി ക്യാപിറ്റൽ എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? സം ഓഫ് സ്മോൾ എച്ച് പ്ലസ് ഡബ്ല്യു ആണ്, എൽ ആണ്. അപ്പോൾ ആ ഇക്വേഷൻ നമുക്കൊന്ന് മോഡിഫൈ ചെയ്തിട്ട് യു ഇസ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു ഇൻറ്റു എൽ പ്ലസ് എച്ച് എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ സിഗ്മയും കിട്ടി യുവും കിട്ടി. ഇനി എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കാമല്ലോ. നമുക്കറിയാം എഫക്റ്റീവ് സ്ട്രെസ് സിഗ്മ ഡാഷ് ഇസ് ഈക്വൽ ടു സിഗ്മ മൈനസ് യു ആണ്. ഇനി സിഗ്മേനെ നമുക്കൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ഗാമ ഡാഷ് ഇൻറ്റു എൽ പ്ലസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എൽ എന്ന് എഴുതാം. അതേപോലെ പോർ വാട്ടർ പ്രഷറിനെ നമ്മളൊന്ന് പോർ വാട്ടർ പ്രഷർ ഓൾറെഡി നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത് ഗാമ ഡബ്ല്യു ഇൻറ്റു എൽ മൈനസ് ഗാമ ഡാഷ് ഇൻറ്റു എൽ മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച്. ഓക്കെ. ഇനി ഇതാണ് സിഗ്മ, ഇതാണ് യു. അപ്പോൾ ഈ സിഗ്മയിൽ നിന്ന് യു മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സിഗ്മയിൽ നിന്ന് യു മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ സിഗ്മയിൽ നിന്ന് യു മൈനസ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇതാണ് യു. അപ്പോൾ യുവിനെ നമ്മളൊന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഗാമ ഡബ്ല്യു ഇൻറ്റു എൽ പ്ലസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് എന്ന് വരും. അപ്പോൾ ഇതാണ് സിഗ്മ, ഇതാണ് യു. അപ്പോൾ സിഗ്മയിൽ നിന്ന് യു മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സിഗ്മയിൽ നിന്ന് യു മൈനസ് ഗാമ ഡബ്ല്യു എൽ രണ്ടിടത്തും ക്യാൻസൽ ആവും. ബാക്കി പോയിട്ട് എന്തുണ്ട്? ഗാമ ഡാഷ് ഇൻറ്റു എൽ മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയേക്കുന്ന എഫക്റ്റീവ് സ്ട്രെസ്. സിഗ്മ ഡാഷ് ഇസ് ഈക്വൽ ടു ഗാമ സബ്മർജ്ഡ് ഇൻറ്റു എൽ മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച്. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് സ്ട്രെസ് സിഗ്മ ഡാഷ് കിട്ടി. ഏത്? സെക്ഷൻ സി സി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ. പിന്നെ നമുക്ക് ആ ക്വിക്ക് സാൻഡുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യാം. ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് അത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഐ ഇസ് ഈക്വൽ ടു ഹെഡ് കോസിംഗ് ഫ്ലോ ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് സോയിൽ. അപ്പോൾ ഹെഡ് കോസിംഗ് ഫ്ലോ എന്ന് പറയുമ്പോൾ ഇതാണ് ഹെഡ് കോസിംഗ് ഫ്ലോ എച്ച്. അതായത് സോയിൽ ലെയറിൻ്റെ മുകളിൽ എത്ര ഹൈറ്റിലാണോ വെള്ളം ഉള്ളത്. ഇനി സോയിലിൻ്റെ വാട്ടർ സീപ്പ് ചെയ്യുന്നതിൻ്റെ ലെങ്ത് എൽ. അപ്പോൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഐ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എൽ ആണ്. ഇനി നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എച്ച് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ എന്ന് എഴുതാം അല്ലേ? ഹെഡ് കോസിംഗ് ഫ്ലോ ആണ് എച്ച് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ എന്ന് എഴുതാം. അതവിടെ എഴുതി വെച്ചേക്കുക. ഇനി അടുത്തത് എഫക്റ്റീവ് സ്ട്രെസ്. അത് ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സിഗ്മ ഡാഷ് ഇസ് ഈക്വൽ ടു സിഗ്മ മൈനസ് യു ആണ്. അത് സോൾവ് ചെയ്തിട്ട് ഗാമ ഡാഷ് എൽ മൈനസ് ഗാമ ഡബ്ല്യു എച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് സിഗ്മ ഡാഷ് ഇസ് ഈക്വൽ ടു ഗാമ ഡാഷ് എൽ അതുപോലെ എഴുതി മൈനസ് ഗാമ ഡബ്ല്യു അതുപോലെ തന്നെ എഴുതി. എച്ചിന് പകരം നമ്മൾ എന്ത് എഴുതി? ഐ ഇൻറ്റു എൽ എന്ന് എഴുതി. ഞാൻ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ. അപ്പോൾ സിഗ്മ ഡാഷ് ഇസ് ഈക്വൽ ടു ഗാമ ഡാഷ് എൽ അതുപോലെ എഴുതി, ഗാമ ഡബ്ല്യു അതുപോലെ എഴുതി. ഇവിടെ നിന്ന് എച്ച് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ, ആ ഐ ഇൻറ്റു എൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
അപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ഡെഫിനേഷനിൽ പറഞ്ഞായിരുന്നു ക്വിക്സ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു 0 ആകുന്ന കണ്ടീഷനാണ്. സോയിലിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എഫക്റ്റീവ് സ്ട്രെസ് 0 ആവുമെങ്കിൽ അതിനെയാണ് നമ്മൾ ക്വിക്സ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ എഴുതി വെച്ചേക്കുന്ന ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? സിഗ്മ ഡാഷ് എൽ ഇസ് ഈക്വൽ ടു W ഇൻറ്റു I ഇൻറ്റു L എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ ഇക്വേഷനിൽ രണ്ട് സൈഡിലും L ഉണ്ട്, നമുക്കത് ക്യാൻസൽ ചെയ്യാം. അവിടെ നിന്ന് I ഇസ് ഈക്വൽ ടു എഴുതാമല്ലോ. ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് I ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഗാമ ഡാഷ് ബൈ ഗാമ W. അപ്പോൾ ക്വിക്സ് ആൻഡ് കണ്ടീഷനിൽ കിട്ടുന്ന ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് I വിൽ ബി ദ റേഷ്യോ ഓഫ് സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആയിരിക്കും. ഓക്കെ, ഇനി ആ ഒരു പോയിന്റിനാണ് നമ്മൾ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അതായത് ക്വിക്സ് ആൻഡ് കണ്ടീഷൻ ഒക്കർ ചെയ്യുമ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ആ പോയിന്റിലുള്ള ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് അറ്റ് വിച്ച് എഫക്റ്റീവ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു 0. Therefore, I will be equal to, hydraulic gradient will be equal to critical hydraulic gradient when which is equal to gamma dash by gamma W. ഇതാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ എഴുതി വെച്ചത്. അപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് 0 ആകുമ്പോൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് വിൽ ബി ഈക്വൽ ടു ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ആൻഡ് ഇക്വേഷൻ വിൽ ബി ഗാമ ഡാഷ് ബൈ ഗാമ W. അപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് റെഡ്യൂസസ് ടു 0. ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന പോലെ എഫക്റ്റീവ് സ്ട്രെസ് റെഡ്യൂസസ് ടു 0 when the hydraulic gradient attains a maximum value which is equal to the ratio of submerged unit weight of soil divided by unit weight of water. ഈ ഇക്വേഷൻ തന്നെ നമ്മളൊരു സെൻറ്റൻസ് ആക്കി എഴുതിയിരിക്കുകയാണ്. അപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് വിൽ ബി റെഡ്യൂസ് ടു 0 വെൻ ദ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് അറ്റൈൻസ് മാക്സിമം വാല്യൂ. ഇതാണ് മാക്സിമം വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ് divided by unit weight of water, and this gradient is known as critical hydraulic gradient and is notated by I suffix C. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ക്വിക്സ് ആൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ സാൻഡ് ബോയിലിംഗ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് ചോദിക്കാം. ഇത് രണ്ടും റിലേറ്റഡ് ആണ്. 2 or 3 മാർക്കിന് ചോദിക്കുമെങ്കിൽ വളരെ ബ്രീഫായിട്ട് എഴുതിയാൽ മതി. 5 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ആ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ക്വിക്സ് ആൻഡ് കണ്ടീഷൻ മുതൽ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് വരെ എഴുതുക. ഓക്കെ, ഇനി നമുക്കതിൻ്റെ 1-2 ഇക്വേഷൻസ് നോക്കാം. ഇപ്പോൾ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് IC ഈസ് ഈക്വൽ ടു ഗാമ ഡാഷ് ബൈ ഗാമ W ആണ് അല്ലേ. ഇനി നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഗാമ ഡാഷ് ഈസ് ഈക്വൽ ടു എന്തെന്നാണ് പഠിച്ചേക്കുന്നത്? G-1 ഇൻറ്റു ഗാമ W ഡിവൈഡഡ് ബൈ 1+E ഈ രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗാമ ഡാഷിന് പകരം ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലും താഴെയും ഗാമ W വരും. കാരണം ഇവിടെ ഒരു ഗാമ W ഓൾറെഡി ഉണ്ട്. അത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? G-1 ബൈ 1+E എന്നുള്ള ഒരു ഇക്വേഷനിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ജിൻ്റെയും ഇൻ്റെയും ടേംസിലുള്ള ഇക്വേഷനാണിത്. ഇനി അതിനെ നമുക്ക് പോറോസിറ്റിയുടെ ടേംസിൽ എഴുതണമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ IC ഈസ് ഈക്വൽ ടു G-1 ബൈ 1 - N എന്ന് കിട്ടും. ഓക്കെ, നമുക്കറിയാം ഈസ് ഈക്വൽ ടു N ഇസ് ഈക്വൽ ടു E ബൈ 1C എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ആ റിലേഷൻ കൊടുത്തിട്ട് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ചും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് പഠിക്കാൻ നമുക്ക് ചിലപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഗാമ സബ്മർജ് ഡിവൈഡ് ബൈ ഗാമ W, അതല്ലെങ്കിൽ G-1 ബൈ 1+E, അതല്ലെങ്കിൽ G-1 ബൈ 1 - N. ഇതിനകത്ത് E എന്ന് പറഞ്ഞാൽ പോറോസിറ്റി, E എന്ന് പറഞ്ഞാൽ വോയിഡ് റേഷ്യോ, N എന്ന് പറഞ്ഞാൽ പോറോസിറ്റി, G എന്ന് വെച്ചാൽ സോയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്കൊരു സ്പെസിഫിക് കണ്ടീഷൻ എടുക്കാം. നമുക്കറിയാം നമ്മൾ യൂഷ്വലി നമുക്ക് കാണപ്പെടുന്നത് ഗ്രാനുലാർ സോയിൽ ഡെപ്പോസിറ്റ്സ് ആണ്. അപ്പോൾ ഗ്രാനുലാർ സോയിൽ ഡെപ്പോസിറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 2.67 അതിൻ്റെ വോയിഡ് റേഷ്യോ 0.67 അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ടിപ്പിക്കൽ സോയിലിൻ്റെ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കും വാട്ട് ഈസ് ദ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഫോർ ദ ഗ്രാനുലാർ ഡെപ്പോസിറ്റ്. ആ രീതിയിൽ ചോദിച്ചാൽ മാത്രം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്രാനുലാർ സോയിലാണെങ്കിൽ അതിൻ്റെ G 2.67 E എന്ന് വെച്ചാൽ 0.67. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി പഠിച്ചു ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് IC ഈസ് ഈക്വൽ ടു G-1 ഡിവൈഡഡ് ബൈ 1+E. പിന്നെ അത് Gക്ക് പകരം 2.67 Eക്ക് പകരം 0.67 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദസ് ദ എഫക്റ്റീവ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു 0
for the soil with G is equal to 2.67 and E is equal to 0.67 when I is equal to 1. അപ്പോൾ ഒരു ഗ്രാനുലാർ സോയിൽ വിത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി 2.67ഉം വോയിഡ് റേഷ്യോ 0.67 ആണെങ്കിൽ അതിൻ്റെ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് 1 ആണെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് സ്ട്രെസ് 0 ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം, നമുക്കറിയാം I is equal to 1 എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇക്വേഷൻ H/L ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാനുലാർ സോയിലിൽ ഹെഡ് കോസിംഗ് ഫ്ലോ വിൽ ബി ഈക്വൽ ടു ലെങ്ത്. അതാണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഹെഡ് കോസിംഗ് ഫ്ലോ H വിൽ ബി ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ സോയിൽ സ്പെസിമെൻ. ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് അറ്റ് വിച്ച് കോഹഷൻലെസ് സോയിൽ ബിക്കം ക്യുക്ക് ഈസ് അബൌട്ട് യൂണിറ്റി. അപ്പോൾ ഈ ഗ്രാനുലാർ സോയിൽ എന്ന് വെച്ചാൽ കൊഹിഷൻലെസ് സോയിലാണ്. അപ്പോൾ ക്രിട്ടിക്കൽ ഗ്രേഡിയൻറ്റ് അറ്റ് വിച്ച് cohesionless soil become quick is unity. അപ്പോൾ ക്രിട്ടിക്കൽ ഗ്രീഡിയൻ്റ് അറ്റ് വിച്ച് കോഹിഷൻലെസ് സോയിൽ എന്ന് പറയുമ്പോൾ ഗ്രാനുലാർ സോയിലിനെ നമുക്ക് ക്യുക്ക് ആവണമെന്നുണ്ടെങ്കിൽ, ക്യുക്ക് സാൻഡ് കണ്ടീഷൻ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രിട്ടിക്കൽ ഗ്രീഡിയൻറ്റ് 1 ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഗ്രാനുലാർ സോയിലിൻ്റെ കേസിലെ ഒരു എക്സ്പ്ലനേഷനാണ്. അത് ചോദിക്കണമെന്നില്ല, എങ്കിലും ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു കണ്ടീഷൻ ഒന്ന് എഴുതി നോക്കാം. അതായത് ഇപ്പോൾ നമുക്ക് ഒരു സോയിൽ, ഒരു പർട്ടിക്കുലർ സോയിൽ എടുത്താൽ അതിൻ്റെ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റിന് I എന്ന് കൊടുക്കാം. നമുക്കറിയാവുന്ന സ്റ്റാൻഡേർഡ് ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് വാല്യൂ IC ആണ്. അപ്പോൾ നമുക്കറിയാം ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എത്തിക്കഴിഞ്ഞാൽ ക്യുക്ക് സാൻഡ് കണ്ടീഷൻ എത്തും, അല്ലെങ്കിൽ സാൻഡ് ബോയിലിംഗ് സംഭവിക്കും. അപ്പോൾ Iയുടെ വാല്യൂ വെൻ I, അതായത് സോയിലിൻ്റെ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് I വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണെങ്കിൽ ക്യുക്ക് സാൻഡ് കണ്ടീഷൻ ഒക്കേഴ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്യുക്ക് സാൻഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ സോയിലിൻ്റെ സ്ട്രെങ്ത്ത് ലോസ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ആ സോയിൽ ലിക്വിഡായിട്ട് ആക്ട് ചെയ്യും, അതിനകത്ത് ഷിയർ സ്ട്രെങ്ത് 0 ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സോയിലിൽ നമുക്ക് സ്ട്രക്ചേഴ്സ് ഒന്നും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് സോയിലിൻ്റെ ഈ ഒരു ക്യുക്ക് സാൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ക്വിക്ക് സാൻഡ് കണ്ടീഷൻ ഒക്കർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയയിലും നമുക്ക് ബിൽഡിങ്ങോ സ്ട്രക്ചേഴ്സോ ഒന്നും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സോയിലിൻ്റെ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു IC എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തിയാൽ അവിടെ ക്വിക്ക് സാൻഡ് കണ്ടീഷൻ ഒക്കർ ചെയ്യും. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വെൻ I ഈസ് ലെസ് ദാൻ IC, സോയിലിൻ്റെ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റിനേക്കാളും താഴെയാണെങ്കിൽ ആ സോയിൽ സേഫ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി, ക്വിക്ക് സാൻഡ് കണ്ടീഷൻ ഒക്കർ ചെയ്യാനുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ എഴുതാം. ഇസ് ഈക്വൽ ടു IC/I. ഇതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കണം, ഇതിൻ്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. കാരണം എപ്പോഴും I ലെസ് ദാൻ ആയിരിക്കണം. I ഈക്വൽ ടു IC ആയിക്കഴിഞ്ഞാൽ ഈക്വൽ ടു 1 വരും. ഗ്രേറ്റർ ദാൻ ആണെങ്കിലും പ്രശ്നമാണ്, ലെസ് ദാൻ ആണെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ IC/I എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ആയിരിക്കണം കിട്ടേണ്ടത്, സേഫ് ആവണമെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഈ ഒരു ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ഒക്കെ വെച്ചിട്ട് ഒരു 2 സാമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നോക്കാം. പ്രോബ്ലം നമ്പർ 1, കോമ്പ്യൂട്ട് ദ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഫോർ ദ ഫോളോയിങ് മെറ്റീരിയൽ. A, കോസ് ഗ്രാവൽ, അതിൻ്റെ പെർമിയബിലിറ്റി 10 cm/s, സ്പെസിഫിക് ഗ്രാവിറ്റി 2.67, വോയിഡ് റേഷ്യോ 0.65. അടുത്ത മെറ്റീരിയൽ സാൻഡി സിൽട്ട്, അതിൻ്റെ K 10⁻⁻6 cm/s, G 2.67, E 0.8. അപ്പോൾ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് IC കണ്ടുപിടിക്കാനാണ് നമുക്ക് തന്നേക്കുന്നത്. K തന്നിട്ടുണ്ട്, G തന്നിട്ടുണ്ട്, E തന്നിട്ടുണ്ട്. ഇപ്പോൾ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ജിയും ഇയും വെച്ചിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. G - 1 / 1 + E. അപ്പോൾ ഇതിനകത്ത് ജിയും ഇയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കോസ് ഗ്രാവലിൻ്റെയും സിൽട്ടി സാൻഡിൻ്റെയും ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് IC is equal to G - 1 / 1 + E. അപ്പോൾ ഫോർ കോസ് ഗ്രാവൽ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് is equal to G എന്ന് പറയുമ്പോൾ 2.67 - 1 / 1 + ഗ്രാവലിൻ്റെ വോയിഡ് റേഷ്യോ 0.65 ആണ്. സോൾവ് ചെയ്യുമ്പോൾ 1.01 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് സാൻഡി സിൽട്ട് ആണെങ്കിൽ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് is equal to 2.67 - 1 / 1 + സിൽട്ടി സാൻഡിൻ്റെ വോയിഡ് റേഷ്യോ 0.8 ആണ്. സോൾവ് ചെയ്യുമ്പോൾ 0.93 എന്ന് കിട്ടും. അപ്പോൾ ഇത് സിമ്പിൾ പ്രോബ്ലമാണ്, ഡയറക്റ്റ് ഇക്വേഷനാണ്. ഇത് A പാർട്ടിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
എ ട്രെഞ്ച് ഈസ് എക്സ്കവേറ്റഡ് ഇൻ എ ഫൈൻ സാൻഡ് ഫോർ എ ബിൽഡിംഗ് ഫൗണ്ടേഷൻ അപ് ടു എ ഡെപ്ത് ഓഫ് 13 മീറ്റർ. ഓക്കെ, അപ്പോൾ ഒരു ട്രെഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കുഴി എടുത്തു. അപ്പോൾ ഇതാ കുഴി ഇവിടം വരെയാണ്. അപ്പോൾ ഇതായിരുന്നു ഗ്രൗണ്ട് ലെവൽ, ഇനീഷ്യൽ ഗ്രൗണ്ട് ലെവൽ ഇവിടെ ആയിരുന്നു. ഇനി നമുക്ക് ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്ന ഗ്രൗണ്ട് ലെവലിൽ നമ്മളിതാ ഇത്രയും ഡെപ്തിൽ കുഴിച്ചു. അതിൻ്റെ ഡെപ്ത്ത് 13 മീറ്റർ. അപ്പോൾ ഇത്രയും ഡെപ്ത്ത് 13 മീറ്റർ. ഓക്കെ, ദ എക്സ്കവേഷൻ വാസ് ക്യാരിഡ് ഔട്ട് ബൈ പ്രൊവൈഡിങ് നെസസറി സൈഡ് സപ്പോർട്ട് ഫോർ പമ്പിങ് വാട്ടർ. അപ്പോൾ ഈ എക്സ്കവേഷൻ ചെയ്യാനുള്ള എളുപ്പത്തിന് നമ്മൾ ഈ രണ്ട് സൈഡ് സപ്പോർട്ട് അടിച്ചിട്ടുണ്ട്. കാരണം ഈ രണ്ട് സൈഡ് സപ്പോർട്ട് അടിച്ചിട്ടാണ് നമ്മളിതിനെ കുഴിക്കുന്നതും ഇതിൻ്റെ അകത്തുള്ള വാട്ടറിനെ പമ്പ് ചെയ്ത് കളയുന്നത്. ഓക്കെ, ദ വാട്ടർ ലെവൽ അറ്റ് സൈഡ്സ് ആൻഡ് ബോട്ടം ഓഫ് ദ ട്രഞ്ച് ആർ ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ ട്രഞ്ചിൻ്റെ സൈഡിലും ട്രഞ്ചിൻ്റെ അകത്തുള്ള വാട്ടർ ലെവൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രഞ്ചിൻ്റെ അകത്തുള്ള വാട്ടർ ലെവൽ ഇവിടെയും ട്രഞ്ചിൻ്റെ സൈഡിലുള്ള വാട്ടർ ലെവൽ ഇതുമാണ് തന്നിരിക്കുന്നത്. എക്സാമിൻ വെദർ ദ ബോട്ടം ഓഫ് ട്രഞ്ച് ഈസ് സബ്ജക്റ്റഡ് ടു ക്വിക്ക് സാൻഡ്. അപ്പോൾ ഈ പോയിന്റിൽ ഇതാണ് ട്രഞ്ചിൻ്റെ ബോട്ടം. ഈ ഒരു പോയിന്റിൽ ക്വിക്ക് സാൻഡ് കണ്ടീഷൻ ഒക്കർ ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. ജി തന്നിട്ടുണ്ട്, ഇ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ ആദ്യം മനസ്സിലാക്കുക. ഇനീഷ്യലി ഗ്രൗണ്ട് ഇവിടെ ആയിരുന്നു. കുഴിയെടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം രണ്ട് സൈഡ് സപ്പോർട്ട് ഇവിടെ അടിച്ചു. ഇതിൻ്റെ അകത്തുനിന്ന് കുഴിക്കുന്ന അനുസരിച്ച് നമ്മൾ വാട്ടർ പമ്പ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ വാട്ടർ ലെവൽ ഇവിടെയും ട്രെഞ്ച് കുഴിയുടെ അകത്തുള്ള വാട്ടർ ലെവൽ ഇവിടെയാണ്. അപ്പോൾ നമ്മളെടുത്ത കുഴിയുടെ മൊത്തത്തിലുള്ള ഡെപ്ത്ത് 13 മീറ്ററും ഈ സൈഡ് സപ്പോർട്ട് ഇരിക്കുന്നത് 6.5 മീറ്ററുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത് ഇതാണ് സോയിൽ. ഇത്രയും സോയിലാണ് ഇപ്പോൾ ട്രെഞ്ചിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഈ സോയിലിൽ ഇപ്പോൾ അപ്വേർഡ് സീപ്പേജ് സംഭവിക്കും. നമ്മൾ ഇനീഷ്യൽ വാട്ടർ ലെവൽ ഇവിടെയാണ് അല്ലേ, ഇവിടുത്തെ വാട്ടർ ലെവൽ ഇവിടെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു അപ്വേർഡ് സീപ്പേജ് നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതാണ് നമ്മുടെ സോയിലിൻ്റെ ലെങ്ത്ത് അല്ലേ, സോയിൽ സാമ്പിളിൻ്റെ ലെങ്ത്ത്. ഹെഡ് കോസിങ് ഫ്ലോ എന്ന് പറയുമ്പോൾ ഇതാണ് 10 മീറ്റർ. അപ്പോൾ ഇത് ഹെഡ് കോസിങ് ഫ്ലോ എച്ച്, ഇത് എൽ ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതെന്താണ് ചെക്ക് ചെയ്യാനുള്ളത് നോക്കാം. അപ്പോൾ നമുക്കറിയാം ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ജിയും ഇയും ആണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഐ സി ഈസ് ഈക്വൽ ടു ജി മൈനസ് 1/1+e. ഇനി തന്നേക്കുന്ന സോയിൽ, ഇവിടെ ഉള്ള ഈ ഒരു സോയിലിൻ്റെ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് h/l യൂസ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ബോട്ടത്തിൽ ഈ താഴത്തെ ഒരു പോയിന്റിൽ ക്വിക്ക് സാൻഡ് കണ്ടീഷൻ ഉണ്ടാവുമോ ഇല്ലയോ. അപ്പോൾ ക്വിക്ക് സാൻഡ് കണ്ടീഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഐ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഐ സി ആയിരിക്കണം. സോയിലിൻ്റെ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ക്വിക്ക് സാൻഡ് കണ്ടീഷൻ സംഭവിക്കും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇഫ് ദ ട്രെഞ്ച് ഈസ് ടു ബി സ്റ്റേബിൾ, ട്രെഞ്ച് സ്റ്റേബിൾ ആകണം അല്ലെങ്കിൽ സേഫ് ആകണമെന്നുണ്ടെങ്കിൽ ദ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഐ പ്രിവെയിലിംഗ് അറ്റ് ദ ബോട്ടം ഷുഡ് ബി ലെസ് ദാൻ ഐ സി. അപ്പോൾ ഐ ലെസ് ദാൻ ഐ സി ആണെങ്കിൽ സേഫ്, ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഐ സി ആണെങ്കിൽ ക്വിക്ക് സാൻഡ് കണ്ടീഷൻ ഒക്കെ ചെയ്യും, അൺസേഫ് ആണ്. ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഐ സി ഈസ് ഈക്വൽ ടു ജി മൈനസ് 1/1+e ആണ്. ക്വസ്റ്റ്യനിൽ ജി തന്നിട്ടുണ്ട്, ജി 2.64 - 1/1+e. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.7. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.96 എന്ന് കിട്ടും ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ്. ഇനി ഈ ട്രെഞ്ചിൻ്റെ അകത്ത് ഇത്രയാണ് സോയിൽ, ഇവിടെയാണ് നമ്മൾ സെക്ഷൻ എടുത്തേക്കുന്നത്. കാരണം ഈ പോയിന്റിൽ എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സോയിലിൻ്റെ ലെങ്ത്ത് എല്ലാണ്, സോയിലിൻ്റെ മുകളിലുള്ള വാട്ടറിൻ്റെ ഹെഡ് ഇതാണ് ഹെച്ച്. അപ്പോൾ ഹെച്ച് ഈസ് ഈക്വൽ ടു 10ഉം എൽ ഈസ് ഈക്വൽ ടു 6.5 ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് അറ്റ് ദ ബോട്ടം ഈസ് ഈക്വൽ ടു h/l എന്ന് എടുക്കാം. h 10, l 6.5. സോൾവ് ചെയ്യുമ്പോൾ 1.54 എന്നാണ് കിട്ടിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിച്ചേക്കുന്നത്, ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ഐ ഈസ് ഗ്രേറ്റർ ദാൻ ഐ സി. എന്ന് വെച്ചാൽ എന്താണ്, ദർ വിൽ ബി ക്വിക്ക് സാൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ സാൻഡ് ബോയിലിംഗ്. അപ്പോൾ ഈ ട്രെഞ്ച് എടുത്ത ഈ ഒരു കണ്ടീഷനിൽ ഇതിൻ്റെ താഴെ ക്വിക്ക് സാൻഡ് കണ്ടീഷൻ സംഭവിക്കും. ആ ഒരു പ്രൂഫാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചേക്കുവാണ് ക്വിക്ക് സാൻഡ് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വിക്ക് സാൻഡ് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതാണ് ഐ അല്ലേ. അപ്പോൾ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഐ സി ആയതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഐയുടെ വാല്യൂ കുറക്കണം. അപ്പോൾ ഐയുടെ വാല്യൂ കുറക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഐ ഈസ് ഈക്വൽ ടു h/l ആണ്.
അപ്പോൾ ഐയുടെ വാല്യൂ കുറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ എന്താണ്, ലെങ്ത്ത് കൂട്ടുക. ഇതിൻ്റെ ഡിനോമിനേറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഐയുടെ വാല്യൂ കുറയും. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്. റെമഡി, ക്വിക്സ് ആൻഡ് കണ്ടീഷൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം? ഒന്ന്, ഈ ഒരു ക്വസ്റ്റ്യനിലല്ല, ജനറലായിട്ട് നമുക്ക് ക്വിക്സ് ആൻഡ് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻക്രീസ് ദ ലെങ്ത് ടു അറ്റ്ലീസ്റ്റ് 13 meter ഡെപ്ത് ബിലോ ദ ബോട്ടം ഓഫ് ദ ട്രെഞ്ച് സോ ദാറ്റ് h/l is equal to 0.77 വിച്ച് ഗീവ്സ് എ മാർജിൻ ഓഫ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 0.96 ആണ് IC വാല്യൂ. അപ്പോൾ ഇതിൻ്റെയും താഴെയുള്ള ഒരു വാല്യൂയിലേക്ക് നമ്മൾ ഐനെ കൊണ്ടെത്തിക്കണം. അതായിരിക്കും ഒരു സ്പെസിഫിക് ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ താഴെയുള്ള വാല്യൂ. അപ്പോൾ നമുക്കറിയാം h/l, I is equal to h/l ആണ്. h എന്ന് വെച്ചാൽ 10 meter ആണ്. അതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത്രയും ഡെപ്ത് നമുക്ക് കുഴിക്കാനും ഉണ്ട്. അപ്പോൾ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഫർദർ നമ്മൾ ഈ ട്രെഞ്ച് ഇറക്കേണ്ട ഡെപ്ത്, സൈഡ് സപ്പോർട്ട് ഇറക്കേണ്ട ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്തിട്ട് അതൊരു 13ലേക്ക്, ഇപ്പോൾ ആകെപ്പാടെ 6.5 meter ആണ് നമ്മൾ ഈ ട്രെഞ്ച് എക്സ്ട്രാ കൊടുത്തേക്കുന്നത്. അത് നല്ല രീതിയിൽ താഴ്ത്തിയിട്ട് അതൊരു മാക്സിമം 13 meter വരെയൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഐയുടെ വാല്യൂ 0.77 വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് I is equal to h/l എന്നുള്ളത് നമുക്ക് 10/13 ചെയ്യുമ്പോൾ 0.77 കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട് ഇത് തമ്മിൽ. അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ സേഫ് ആയിരിക്കും. പിന്നെ ഉള്ള ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ കീപ് ദ വാട്ടർ ടേബിൾ ഔട്ട്സൈഡ് ദ ട്രെഞ്ച് അറ്റ് എ ലോ ലെവൽ ബൈ പമ്പിങ് ഔട്ട് വാട്ടർ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ h കുറക്കുക എന്നുള്ളതാണ്, അല്ലേ? I is equal to h/l. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് L കൂട്ടുക എന്നുള്ളതാണ് ഒരു മെത്തേഡ്, I ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. ഇനി I കുറക്കാനുള്ള പ്രൊവിഷൻ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ Hനെ കൺട്രോൾ ചെയ്യാം. Hനെ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യണം, ഇതിൻ്റെ പുറത്ത് ഈ ഒരു വാട്ടർ ടേബിൾ ഉണ്ടല്ലേ, അപ്പോൾ ഇതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് പമ്പ് ചെയ്ത് വാട്ടർ ടേബിൾ നല്ല ലോ ലെവലിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ അതൊന്ന് കുറച്ച് എഫേർട്ടാണ് എങ്കിലും നമ്മൾ അതൊരു മെത്തേഡാണ് പറയുന്നത്. കീപ് ദ വാട്ടർ ടേബിൾ ഔട്ട്സൈഡ് ദ ട്രെഞ്ച്, കുഴിയുടെ പുറത്തുള്ള ഈ ഒരു വാട്ടർ ടേബിളിനെ മാക്സിമം നമ്മൾ പമ്പിങ് ഔട്ട് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് H റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഡു നോട്ട് പമ്പ് വാട്ടർ അപ് ടു ദ ബോട്ടം ലെവൽ ഓഫ് ദ ട്രെഞ്ച്. Arrange the work in such a way that the work may be carried out at some water is in the trench. അപ്പോൾ ഒരിക്കലും ഈ ട്രെഞ്ച് എവിടം വരെയാണോ നമ്മൾ താഴ്ത്തിയേക്കുന്നത് അവിടം വരെ നമ്മൾ ഈ ഒരു കുഴി കുഴിച്ചു പോകരുത്. എപ്പോഴും അതിൻ്റെ അകത്ത് സോയിലും വെള്ളവും നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ റെമഡി. ക്വിക്സ് ആൻഡ് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇത് എടുക്കുക. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, വാട്ട് ഈസ് ക്വിക്സ് ആൻഡ് കണ്ടീഷൻ, വാട്ട് ആർ ദ റെമഡീസ് ടു റെക്ടിഫൈ ക്വിക്സ് ആൻഡ് കണ്ടീഷൻ. ചിലപ്പോൾ ചോദിക്കുന്നു വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഡിഫൈൻ എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ എക്സ്പ്ലനേഷൻ പിന്നെ അതിൻ്റെ 2-3 ഇക്വേഷൻസും എഴുതുക. അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ള 1-2 ന്യൂമറിക്കൽ പ്രോബ്ലംസ് വെച്ചിട്ട് ഈ സോയിലിൽ ക്വിക്സ് ആൻഡ് കണ്ടീഷൻ ഒക്കറിയോ ഇല്ലയോ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഓവറോൾ ഇത്രയാണ് ഈ ഒരു ലെക്ചറിലുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.